ഹലോ മച്ചന്മാരെ, എല്ലാവരും നമ്മളൊരു പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പൊ കുറെ കാലത്തിന് ശേഷം നമ്മളെ വൈബ്രബി എന്നുള്ള ചാനൽ ഒരു പുതിയ വീഡിയോ വരുവാണ് ഗൈസ്. അല്ലാതെ ചില്ലറ കാരണം കൊണ്ട് നമുക്ക് ഒരു 2 വർഷത്തേക്ക് വെറും 2 വർഷത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അതിന് നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് കടക്കാം ഗൈസ്. ഇന്ന് നമ്മളൊരു ട്രാൻസ്പെറന്റ് ഹൗസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുളയും ജസ്റ്റ് പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച്. അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി മുള വെട്ടുക എന്നുള്ളതാണ്. കൂടുതൽ ഇൻട്രോ എന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്ന ഗൈസ്. നമുക്ക് വീഡിയോ ഇട്ട് അടക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി നേരത്തെ പറഞ്ഞ മുള കുത്തിയെടുക്കാനാണ്. മുളയാണ് നമ്മളെ വീടിന്റെ മെയിൻ സപ്പോർട്ട് കേട്ടാ. അപ്പൊ വളരെ ചെലവ് കുറച്ച് മുള എടുക്കാൻ വേണ്ടി നമ്മളെ സ്വന്തം വളപ്പ് തന്നെയാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഇതിനി കിട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് വേണം ഗൈസ്. വളരെ ചെലവ് കുറച്ചിട്ട് മുള വാങ്ങാൻ കണ്ണൂർ പോയി ചെലവ് 2000. മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി മുള കിട്ടിയില്ല, ചെലവ് 2000. മുള വാങ്ങാൻ ചെറുതോണിയിൽ പോയി മുള കിട്ടിയില്ല. അതുപോലെ ആവോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഇത് കൊത്തിയാ മാത്രം പോരാ ഗൈസ് അല്ലേ വിളിച്ചേ? മാത്രം മതി. ഇത് ചില്ല ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ലോക്കായി ഇരിക്കുകയാണ് സാധനം. ഇവിടെ ഇവിടുന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്റെ മോനെ, അതിന്റെ പരിപാടി നോക്കാം. മുള വെട്ടിയെടുത്തത് പുറത്തേക്ക് എടുക്കാൻ പാടുപെടുന്ന അപ്പിക്കുട്ടിനെയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ മുറിവുകളും മേത്ത് കുറയുണ്ട്. കാരണം ഇതിൻ്റെ ചില്ലിയൊക്കെ കൊണ്ടിട്ട് പഴയ എന്നെ ഞാൻ മിസ് ചെയ്യുന്ന ഗൈസ്. അല്ലാതെ കറക്കുന്നു. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ മുളയൊക്കെ കട്ട് ചെയ്ത് അതുപോലെ ഇതിന്റെ കൂർത്ത ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കയറുണ്ട്, റാപ്പ് ഉണ്ട്. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് വെക്കുക. ഇതിന്റെ എല്ലാം കെട്ടണം. കെട്ടി വീണ്ടും ഷേപ്പ് ആക്കുക. പിന്നെ ഇത് റാപ്പ് ചെയ്യുക. അതാണ് അടുത്ത പരിപാടി. കൂട്ടുകാരെ, നമ്മൾ അടിയിലെ ഫ്രെയിം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വെച്ചത് ഫ്രെയിം സെറ്റ് ചെയ്യണമല്ല, നിലത്തന്നെ നമ്മൾ കുഴി കുഴിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ വെച്ച് ഫ്രെയിം സെറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് ഈ വീട് നമുക്ക് എവിടെ കൊണ്ട് എടുത്ത് നടക്കാം ഗൈസ്. അത് ഇന്നിപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ വെക്കാം, നാളെ വേണമെങ്കിൽ അവിടെ വെക്കാം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ താഴെ ഫ്രെയിം ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിവിടെ തൂണ് 4 ഭാഗത്തും ഫിക്സ് ചെയ്ത് കൊടുക്കണം ഗൈസ്. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ 4 തൂണും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ താഴെ അടിച്ച് അതേപോലെ ഫ്രെയിം മുകളിൽ അടിക്കണം. പിന്നെ നമ്മളെ വീടിന്റെ മേൽക്കൂര ഈ സംഭവം ആക്കണം. അതാണ് അതിന്റെ അടുത്ത പരിപാടി. അപ്പൊ നമ്മളെ മേൽക്കൂരയും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്താ പറയുന്നത്, ഇത് സെലോ ടൈപ്പ് അടിക്കോട്ടോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത് ആദ്യം കയറൊക്കെ കെട്ടി ഇതാക്കാൻ വേണ്ടി ഭയങ്കര മടുപ്പാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, സെലോ ടൈപ്പ് അടിച്ചു. ഇതിന്റെ മേൽക്കൂരയിലെ പണിയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അപ്പക്കുട്ടിയും കൂടെ വിളിക്കാം കേട്ടോ. കാരണം വെച്ചാൽ ഇത് പിടിക്കണം, ഒരാളുടെ സഹായം ഇല്ലാണ്ട് അത് ചെയ്യാൻ പറ്റില്ല. മേൽക്കൂടി ഇങ്ങനെ ആക്കണം, അതുപോലെ അങ്ങനെയും കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി പണിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പക്കുട്ടിനെ വന്നിട്ടുണ്ട്. അപ്പക്കുട്ടിൻ്റെ സഹായത്തോടെ കഴിച്ച് നമ്മൾ മേൽക്കൂര സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതും അതുപോലെ പ്ലാസ്റ്റർ തന്നെ ഒട്ടിക്കുന്ന കേട്ടോ. കാരണം വെച്ചാൽ ഈ കയർ ഒട്ടിക്കുന്ന പരിപാടി ഭയങ്കര പണിയുള്ള കാര്യമാണ്. ചിലപ്പോൾ കഴിച്ചാവില്ല. ഇതാകുമ്പോൾ ഒന്നുമില്ല, വലിച്ചാണ്ട് ഒട്ടിക്കുക, അത്രയും അല്ലടാ. ഇല്ല അല്ല. അപ്പോൾ നമ്മളെ വീടിൻ്റെ അസ്ഥി കൂടത്തിൻ്റെ അവസാന നെടുന്തൂടാണ് കഴിച്ച് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതിനും കൂടെ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ സ്കെൽട്ടൺ പരിപാടി സെറ്റായി.
സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോസസ് റാപ്പിംഗ് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റാപ്പ് ചെയ്ത് നമ്മൾ ഈ മുളയായതുകൊണ്ട് തന്നെ കുറച്ച് കൂർത്ത ഭാഗങ്ങളും സംഭവമൊക്കെ മുളക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റാപ്പ് ചെയ്യുന്നതിന് പകരം നമ്മളെല്ലാം ഇതുപോലെ മുളയും സെപ്പറേറ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ ടൈറ്റിലായിരിക്കും ഇത് ചുറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഒന്നും കൊണ്ട് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ ഈ മുള ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല എല്ലാം ഒരു റാപ്പ് ലുക്ക് കിട്ടും. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. നമുക്ക് എല്ലാം ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഗൈസ് അങ്ങനെ രാവിലെ തന്നെ 4 മുള 2 കമ്പും ഒരു റാപ്പൊക്കെ ആയിട്ട് പോയ ചെക്കനാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ വീടിന്റെ പ്രൈമറി ലുക്ക് സെറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ മുളയൊക്കെ സെറ്റ് ചെയ്ത് റാപ്പൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഗൈസ് ഇത് ഒരു 1/4 ഭാഗം മാത്രം ആയി എന്ന് വേണം പറയാം. നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യണത്ര, അതായത് ഉദ്ഘാടിക്കണത്ര ഗൈസ്. ഉദ്ഘാടനം ചെയ്യാനുണ്ട്. അതുപോലെ ഇതിനുള്ളിൽ കുറച്ച് ഡെക്കറേഷൻസും കാര്യം ലൈറ്റിംഗ് ഒക്കെ വെക്കാനുണ്ട്. എന്നാൽ അതിന്റെ ഒരു നമ്മൾ ഉള്ളിൽ ബോംബ് വെച്ച് പൊട്ടിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതിന്റെ ബാക്കി പണി തീർക്കേണ്ട, അതായത് ഡെക്കറേഷൻ പണിയാണ് ഇനി ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് കാണാം പൂർണ്ണമായിട്ട് ഒരു ട്രാൻസ്പാരന്റ് ഹോമാണ് ഗൈസ്. അപ്പൊ നമ്മുടെ വീടിന്റെ ഉദ്ഘാടനം ചടങ്ങാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ട്രാൻസ്പാരന്റ് ഹൗസിന്റെ ലാസ്റ്റ് പ്രോസസ്, അതായത് ഡെക്കറേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇത്രയും മാല ബൾബ് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇതിനൊക്കെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അങ്ങനെ എന്തോന്ന് അങ്ങനെ ഗൃഹപ്രവേശനമാണ്. ഗൃഹപ്രവേശനം വലത് കാലം വെച്ചിട്ട് തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. Many hours later. ഞാൻ പണി കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായിട്ടാ, ഇരുട്ടായി. വിശക്കെന്ന് പറഞ്ഞപ്പോൾ അമ്മ മാഗി ഉണ്ടാക്കി തന്നതാ. ഇപ്പൊ നമ്മള് ട്രാൻസ്പാരന്റ് ഹൗസിന്റെ പണി ചെയ്ത് കാണാം. ഒക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആശി കുട്ടി എടുത്തിട്ടുണ്ട്. ആശി കുട്ടി നമ്മൾ സെക്കൻഡ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആശി വേറെ ഉദ്ഘാടനം ചെയ്യും. എങ്ങനെയുണ്ട് നമ്മളകത്ത് ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു എയർ സോഫ സെറ്റ് ആക്കിയിട്ടുണ്ട്. ചാരാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പാട്ടെ വീഡിയോ എടുക്കുന്ന. അപ്പൊ അഭിപ്രായം പറയും. എന്താണ് എന്താണ് ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി മാമനെ ഉണ്ട്. മാമനൊക്കെ നോക്കി. മാമ അഭിപ്രായം പറയും. അതെ ഗൈസ്, നമ്മളിത് 24 hours ചെയ്യാൻ പോകുന്നുണ്ട് ഗൈസ്. ആയിക്കോട്ടെ ഗൈസ്, എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. ഒരു ട്രാൻസ്പാരന്റ് ഹൗസ്. ഇതിപ്പോ ഇത് എന്തായി ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയാം കേട്ടോ. എന്റെ ചെങ്ങായി. അപ്പൊ അത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഒരു ട്രാൻസ്പാരന്റ് ഹൗസ് ആക്കുന്നത്. ഇനി ഇവന്റെ റൂം എനിക്ക് കേസ് പുറത്ത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ ഗൈസ്. നല്ല രസമുണ്ട്, പക്ഷെ മഴ പെയ്താൽ ഇത് കൊള്ളാവുന്നേ. നമ്മൾ അബിക്കുട്ടന്റെ റൂമിൽ നിന്ന് പുറത്താക്കിയിരിക്കുവാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുവാണ്. ഇനി അബിക്കുട്ടൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ഓ പിന്നെ നമ്മളെന്തായാലും ഇന്നത്തെ നൈറ്റ് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നല്ലേ. ഇത്രയൊക്കെയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടാവുന്നുണ്ടോ എങ്ങനെയാന്നൊക്കെ. പിന്നെ പുതിയ കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. അല്ലടാ അപ്പു. അപ്പൊ ഇത്രയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോന്റെ വിശേഷം. കുറെ കാലമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരെ നിങ്ങൾ എത്ര പേരും സപ്പോർട്ട് ചെയ്യും, വ്യൂസ് ഉണ്ടാവും ഒന്നും എനിക്കറിയില്ല. എന്ത് കമന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ കുറച്ച് വീഡിയോ കുറെ കാലം എടുക്കാത്തതിന്റെ ഒരു ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് വേർഡ്സ് വരുന്നില്ല. അതുപോലെ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നുണ്ടാവില്ല, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ കണ്ടന്റ് ഇഷ്ടമായിനോ, ഈ കണ്ടന്റ് ഇഷ്ടമായിനോ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കണ്ടന്റ്സ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കമന്റ് ബോക്സ് ഈസ് ഓപ്പൺ ഫോർ യു ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു മികച്ചൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ഇറ്റ്സ് മീ വൈബ്രബി സൈനിങ് ഔട്ട്. പീസ്.